നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ പരമ്പരാഗതമായി വേശ്യാവൃത്തി അല്ലെങ്കിൽ ലൈംഗിക തൊഴിൽ ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്ന ചില സമുദായങ്ങൾ, ചില ട്രൈബുകളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ കാര്യമായ ഒരു മാറ്റങ്ങളില്ലാതെ ഇന്നും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. മധ്യപ്രദേശിലെ ബച്ചാഡോ, ബെഡിയ സമൂഹങ്ങൾ, രാജസ്ഥാനിലെ കഞ്ചാർ, ബീഹാറിലെ നാട്ട് തുടങ്ങിയ പല സമുദായങ്ങൾ ഇങ്ങനെ വേശ്യാവൃത്തി ഉപജീവന മാർഗമായി പരമ്പരാഗതമായി ചെയ്തു വരുന്നുണ്ട്. അവരുടെ പെൺകുട്ടികളെ അവർ പ്രായമാകുന്ന മുറയ്ക്ക് ഈ ലൈംഗിക തൊഴിലിലേക്ക് പരിശീലിപ്പിച്ചയക്കുന്ന രീതി ഇന്നും അവർ മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചരിത്രപരവും സാമൂഹികവും ഒക്കെയായ പല കാരണങ്ങളുണ്ട്. ഇവർക്ക് വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹമാണ്. അവരെ ദാരിദ്ര്യം ചൂഴ്ന്നു നിൽക്കുന്നു. വലിയ ചൂഷണങ്ങൾ മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് അവർക്കുണ്ടാകുന്നു. മറ്റ് സമൂഹങ്ങൾ അവരെ അടുപ്പിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ സമൂഹത്തോട് ചേർത്ത് നിർത്തുവാൻ താല്പര്യപ്പെടുന്നില്ല. ജാതീയമായ വേർതിരിവുകളുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്യുവാനോ അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കുവാനോ ഉള്ള സാധ്യതകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ മേഖലകളിൽ പല NGOകളും ഇതിനകം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, മിഷണറിമാരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ക്രൈസ്തവ മിഷണറിമാരുടെയും ഈ NGOകളുടെയും ഒക്കെ ഇടപെടലുകളിലൂടെ അല്പം ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഗവൺമെൻറ് പ്രോജക്റ്റുകളൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഒരു വിമർശനം കൂടെ ഞാൻ ഉന്നയിക്കട്ടെ. ഈ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് ഊറ്റം കൊള്ളുന്ന സനാതന തീവ്ര വർഗീയ ഹൈന്ദവ സംഘടനകളൊന്നും ഇതുപോലുള്ള ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ഒന്നും മാറ്റുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഏതായാലും ഞാൻ എൻ്റെ ഇത്തവണത്തെ അമേരിക്കൻ യാത്രയ്ക്കിടയിൽ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. അവരുടെ പേര് ഡോക്ടർ സുരേഷ് തോമസും ജൂലി തോമസും. സുരേഷ് തോമസ് മലയാളിയാണ്, എന്നാൽ ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിച്ചത്. ജൂലി ശ്രീലങ്കൻ വംശജയാണ്. ഇവരിരുവരും കണ്ടുമുട്ടിയത് ഓസ്ട്രേലിയയിൽ വെച്ചാണ്. ഈ കുടുംബം സാമൂഹ്യ സേവന രംഗത്ത് വിവിധ പദ്ധതികൾ, വിവിധ പ്രോജക്റ്റുകൾ അവർ തയ്യാറാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, അവരുടെ പ്രവർത്തന മേഖല, വിശാലമായൊരു പ്രവർത്തന മേഖല അവർക്കുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായ ഒരു അഭിമുഖം ഞാൻ അവരുമായി നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് അവർ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം, ഇന്ത്യയിലെ ഇങ്ങനെ വേശ്യാവൃത്തി തൊഴിലായി സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അവരൊരു വിദ്യാഭ്യാസ പ്രോജക്റ്റ് അവിടെ തയ്യാറാക്കി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ആയിട്ടുണ്ട്. ആ പ്രോജക്റ്റ് ഒരു 400ഓളം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ, ഈ സമുദായങ്ങളിൽ നിന്ന് മാത്രമുള്ള വിദ്യാർത്ഥികളെ എടുത്ത് താമസിപ്പിച്ച് പഠിപ്പിക്കുവാനുള്ള ഒരു സംവിധാനമാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അതിലൂടെ ഈ സമുദായത്തെ ഒന്നുകൂടെ വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവർക്ക് ജാഫ്നയിൽ, അതായത് ശ്രീലങ്കയിൽ വ്യത്യസ്തമായ ഒരു പ്രോജക്റ്റ് അവർ നേരത്തെ നടത്തിയിട്ടുണ്ട്. അതായത് LTTയുടെ തമിഴ് പുലികളുടെ ആ മേഖലയിൽ, അവിടെ തമിഴ് പുലികളൊക്കെ ആയിരുന്ന ആളുകളുടെ ഇടയിൽ അവരൊരു സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 13ാമത്തെ വയസ്സ് മുതൽ സീ ടൈഗേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം തമിഴ് പുലികൾ, അതായത് പെൺകുട്ടികളെ 13ാമത്തെ വയസ്സ് മുതൽ എടുത്ത് പരിശീലിപ്പിച്ച് കടൽ പുലികളാക്കി മാറ്റി അവരെ ചാവേറുകളാക്കിയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ചിരിക്കുന്ന കുറേ ആളുകൾ ആ മേഖലകളിലൊക്കെ ഇപ്പോഴുമുണ്ട്. അവരെയൊക്കെ സഹായിക്കുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ ഇവരുടെ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യമാണ്. അതവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ തമിഴ് പുലികളുടെ ആ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ അഭയാർത്ഥികളായി എത്തിയ ശ്രീലങ്കക്കാർക്കിടയിൽ തമിഴ്നാട്ടിലും അവർ പല സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഈ കുടുംബം നടത്തുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ വേശ്യാവൃത്തി തൊഴിലായി സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ജാഫ്നയിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ പറഞ്ഞത് കേൾക്കുക. സാമൂഹ്യ സേവന രംഗത്ത് മലയാളികൾ നൽകുന്ന വലിയ സംഭാവനകളെ നമ്മൾ എടുത്തു കാണേണ്ടതുണ്ട്. അവരെ പ്രത്യേകമായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് അറിയുക, അവർ പറയുന്നത് കേൾക്കുക. ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പം എന്താണ് അതിനെ പ്രേരിപ്പിച്ചത് ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ? ഇപ്പോൾ 2021 ഞാനൊരു റിട്രീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല ഫോർ സേഫ്റ്റി. ആ കമ്മ്യൂണിറ്റി MPയിലുണ്ട്. അപ്പോൾ അവിടെ കുട്ടിക്കാലത്തെ പിള്ളേരെ പല 500 കൊല്ലങ്ങളായിട്ട് രാജാക്കന്മാരുടെ ഡാൻസേഴ്സായിട്ടിരുന്നുള്ള അവർ ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞ് അവർ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറി. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ ഇതിൽ അങ്ങനെയുള്ള പല കമ്മ്യൂണിറ്റികളുണ്ട്. പ്രോസ്റ്റിറ്റ്യൂഷൻ ഒരു തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന സമൂഹങ്ങൾ പല ദേശങ്ങളിലുണ്ട്. പല സ്ഥലങ്ങളിൽ അങ്ങനത്തെ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഈവൻ കേരളത്തിൽ പോലും ഉണ്ടായിരുന്നു. അത് ശരി. സോ ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി വന്ന് നമ്മൾ അവിടെ പോയി കാണണം. അവിടെ പോയി കണ്ടു. 36 വില്ലേജസ്. ഞങ്ങൾ എല്ലായിടത്തും പോയി കണ്ടപ്പോൾ വളരെ നിരാശതയിലിരിക്കുന്ന ഒരു ബാരൻ വിൽഡേർനെസ് പോലത്തെ ഉള്ള സ്ഥലങ്ങൾ, അതിൻ്റെ വീഡിയോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അവിടെ പോയപ്പോൾ ദൈവം ഇങ്ങനെ സംസാരിച്ചു, യു ഷുഡ് ഡു സംതിങ് ഹിയർ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹ്യൂമാനിറ്റിയോടെ സ്നേഹം വന്നു എനിക്ക് ഈ സൈലൻസ് പ്രാക്ടീസ് ചെയ്ത്, വിത്തൗട്ട് ഡിസ്ക്രിമിനേറ്റിംഗ് എനി ഹൂ ദേ ആർ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഞാൻ തിരിച്ച് അമേരിക്കയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു 1 acre ലാൻഡ് വാങ്ങിക്കാൻ ഒരു ഡോണർ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരു 1 acre ലാൻഡ് വാങ്ങിച്ചു. പിന്നെ അവിടെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് STDയും അങ്ങനത്തെ HIV-യുടെ ഇഷ്യൂസ് വരും. അപ്പോൾ അങ്ങനെയുള്ള ഔട്ട്റീച്ചസ് സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ഇങ്ങനെ വീട്ടുകളിൽ ട്യൂഷൻ പോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഒരു ഏക്കർ ലാൻഡൂടെ വന്നു വാങ്ങിക്കാൻ. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എഡ്യൂക്കേഷൻ ക്യാൻ ആക്ച്വലി ചേഞ്ച് തിങ്സ്. അപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷൻ, ഓക്കെ വി സ്റ്റാർട്ട് എ സ്കൂൾ. അവിടുത്തെ ആ പർട്ടിക്കുലർ ഗ്രൂപ്പ് ആളുകളുടെ കുട്ടികൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ ഇവരെ മറ്റുള്ള സ്കൂൾസിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൈവം കൃപ ചെയ്ത് ഒരു ചർച്ച് ഇങ്ങനെ അറ്റ്ലാന്റയിൽ സ്കൂൾ പണിയാനുള്ള ദേ ആക്ച്വലി കംപ്ലീറ്റ്ലി ഇതൊരു പ്രോജക്റ്റായിട്ട് എടുത്ത് അതിൽ ഇപ്പോൾ ബിൽഡിംഗ് ഒക്കെ ഒരു റൂഫ് ലെവൽ വന്നു. ബൈ ഫെബ്രുവരി വിൽ ബി കംപ്ലീറ്റിംഗ്. അവിടെ ഒരു കിൻഡർ ഗാർഡൻ ടു 12th grade വരെയുള്ള സ്കൂള്, അതുപോലെ 120 ഗേൾസ്. ഇല്ല, സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ വി ഹാവ് ബീൻ ഡൂയിങ് ട്യൂഷൻ. ഇപ്പോൾ ഞങ്ങൾ അവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു 400 സ്റ്റുഡൻസ് വി ക്യാൻ സ്റ്റാർട്ട്. പിന്നെ കൂടും. ബട്ട് 120 ഗേൾസ് വിൽ ബി സ്റ്റേയിങ് ഇൻ ദ ഹോസ്റ്റൽ. 60 ബോയ്സ് ഹോസ്റ്റൽ. പിന്നെ ഡൈനിങ് ഫെസിലിറ്റി. അങ്ങനെ പിന്നെ ടീച്ചേഴ്സിന് ഒരു അറ്റ്ലീസ്റ്റ് പ്രിൻസിപ്പൽ അവിടെ താമസിക്കാനും പിന്നെ ഒരു 5-6. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയെന്ന് പറയാനുള്ളൂ. ഞാനൊന്നും അങ്ങനെ ഇതല്ലാതെ വേറെ ഏതെങ്കിലും പ്രോജക്റ്റുകൾ നിങ്ങൾ ഓൺഗോയിങ് പ്രോജക്റ്റുകൾ വല്ലതും ഉണ്ടോ? സോ ഞങ്ങൾ ചിക്കാഗോയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ആക്ച്വലി വി ഓൾസോ സ്റ്റാർട്ടഡ് എ കാഫേ ചർച്ച്. ആണോ? അത് ശരി. ഞാൻ പറയുന്നത് 1999 അങ്ങനെയുള്ള ഒരു ഇതില്ലാതെ വളരെ ഒബ്ജക്ഷൻസ് മറ്റു പാസ്റ്റേഴ്സിനും ഉണ്ടായിരുന്നു ഇങ്ങനെ. ബട്ട് വി സ്റ്റാർട്ടഡ് ദാറ്റ്. ഓ അത് ശരി. ഞങ്ങൾ അത് അങ്ങനെ തുടങ്ങി. അങ്ങനെ ഒത്തിരി പേര് രക്ഷയുടെ അനുഭവത്തിൽ വന്നു. ഒരു ഇൻ്റർനാഷണൽ ചർച്ചായിട്ട് അത് മാറി. അവിടുന്ന് 3 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്നൊരു അതൊരു വലിയൊരു സ്റ്റോറിയാണ്. ബട്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗോഡ് കോൾഡ് us ടു ഗോ ആൻഡ് ഡു സംതിങ് ഇൻ ജാഫ്ന. അപ്പോൾ വാർ നടന്നുകൊണ്ടിരിക്കും. തമിഴ് ടൈഗേഴ്സിൻ്റെ ഒക്കെ ആ ടൈമിൽ ഞങ്ങൾ ബോത്ത് ഓഫ് us felt that we need to go there. അപ്പോൾ ആ കാഫേ ചർച്ച് വേറൊരു പാസ്റ്ററിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞങ്ങൾ ശ്രീലങ്ക പിള്ളേരുമായിട്ട് മൂവ് ചെയ്തു. Because the terrorists were actually recruiting children
to be frontline Yeah. against the army and the terrorists. So they were like the frontline, and they would get shot. ഷീൽഡായിട്ടും As a ഷീൽഡായിട്ട് shield. ഹ്യൂമൻ ഷീൽഡായിട്ട് യൂസ് ചെയ്യാൻ. And they also, the children, the teenage girls were trained by the Australian wife of one of the terrorists. She was in the Australian military. So she would train them as, they were called sea tigers. നിങ്ങളുടെ ടൂർ പ്ലാനിങ്ങിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇനി ഞങ്ങളുടെ എക്സ്പേർട്സിനെ ഏൽപ്പിക്കും. അമേരിക്കയിലെ ലീഡിംഗ് ടൂർ ഓപ്പറേറ്ററായ ഷൈലോ ട്രാവലിനോടൊപ്പം വേൾഡ് എക്സ്പ്ലോർ ചെയ്യും. ഞങ്ങൾ ഒരുക്കുന്നത് കസ്റ്റമൈസ്ഡ് ഹോളിഡേ പാക്കേജസും എക്സൈറ്റിംഗ് ഗ്രൂപ്പ് ടൂർസും ലക്ഷറീസ് ക്രൂസ് ട്രാവൽ, സീംലെസ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ്, കംപ്ലീറ്റ് വിസ അസിസ്റ്റൻസും. കൂടാതെ നിങ്ങളുടെ യാത്ര കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ എക്സ്പീരിയൻസ്ഡ് ടൂർ മാനേജറും ആൻഡ് ഗൈഡിന്റെ സപ്പോർട്ടും 24/7 നമ്മുടെ കസ്റ്റമർ സർവീസ് എക്സ്പേർട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റെഡി ടു എക്സ്പ്ലോർ വേൾഡ് വിത്ത് ഷൈലോ ട്രാവൽ. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി ഷൈലോ ട്രാവലിന്റെ വെബ്സൈറ്റിലെ ഹോളിഡേസ് പാക്കേജസ് വിസിറ്റ് ചെയ്യൂ. ഇന്ന് തന്നെ നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ബുക്ക് ചെയ്യൂ. Sea tigers. Yeah, there is nothing in the world like that. There were 16, 17-year-old girls who were trained to swim into the ocean with guns and armor and fight the Sri Lankan Navy. And these were just girls, 16, 17-year-old girls. So it was the children were very, very affected. There was no school. Everything was bombed. The largest landmine in the world was in Jaffna, more than even Vietnam. So, you know, a lot of legs were lost and, you know. വളരെ പത്തറ്റിക് ആയിട്ടാണ് ഞാൻ അവിടെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടായി? ദൈവത്തിന്റെ My family said don't come. They didn't know what they were like, you don't know what you're coming in for, because I went through the war in 1983. So I kind of knew a little bit, you know, bombs going off everywhere in Colombo, the whole city was burned. So I went through that a little bit. So I knew what it was, but we were called. We felt very strongly that we were called to go back. അതിപ്പോ ആലോചിക്കുമ്പോഴാണ് വാവ്, ഒരു പാസ്റ്ററും കൊളംബോയിൽ നിന്ന് ജാഫ്നയ്ക്ക് പോകത്തില്ല. അപ്പോഴാണ് ഞാൻ അവിടെ പോയി, അകത്ത് പോയി ഒരാഴ്ച അവിടെ താമസിക്കും. ഇങ്ങനെ മൈൻഡ് സ്ഥലങ്ങളിലൊക്കെ പോവും. തീവ്രവാദികളെ സംബന്ധിച്ചിട്ടുണ്ട്. LTT എന്നെ ക്യാപ്ചർ ചെയ്ത് ഒരു പ്രാവശ്യം. ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ ബോർഡർ ക്രോസ് ചെയ്ത് ഞങ്ങൾ ഒരു 19 ഗേൾസ് അവിടെ റെസ്ക്യൂ ചെയ്യാൻ പോയാൽ വേറൊരു ചർച്ചും കൂടുമായിട്ട്. അപ്പോൾ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ദേവർ എന്നെ സീ ടൈഗേഴ്സിൽ ആരെങ്കിലും നിങ്ങൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടോ? സീ ടൈഗർ അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ടൈഗേഴ്സ് പാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. So we started 5 ഞങ്ങൾ 5 എഡ്യൂക്കേഷണൽ പ്രോജക്ട്സ് അവിടെ സ്റ്റാർട്ട് ചെയ്ത്. 3 ക്യാമ്പിനകത്ത് തന്നെ. ആ ക്യാമ്പിനകത്ത് അവരോട് പോയി താഴെ ഇരുന്ന് അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അവർ എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞ് അങ്ങനെ പ്രീ സ്കൂളും ഡേ കെയറും അവിടെ സ്റ്റാർട്ട് ചെയ്ത് അത് സഭയായിട്ട് മാറി. So but he used to go in the army plane because all the roads were broken. So only way you can get in was, and I would be praying. ശ്രീലങ്കൻ എയർഫോഴ്സ് നടത്തുന്ന ഒരു ഇതാ. അപ്പോൾ അങ്ങനെ പോയി 5 പ്രോജക്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. വന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ ഒരു നല്ല ഇപ്പോഴും ഒരു ബിൽഡിങ്ങും ഒക്കെ ഉണ്ട്, സഭ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഇപ്പോഴും ഞാനിപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പേ അവിടെ ജാഫ്നയിലുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ട്യൂട്ടറിങ് സെൻറ്റർ നടന്ന് 2000-3000 പിള്ളേർ അതുവഴി have gone through and now got jobs, university. സാധാരണമായിട്ട് ഇപ്പം ഞങ്ങൾ അവിടെ പോയി. ഞാൻ ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് ഒരു ചെറിയ സെൻറ്റർ ഓപ്പൺ ചെയ്തു. ഇറ്റ്സ് നൈസ് ടു സീ. അവരെല്ലാം കല്ലടയ്ക്കുന്ന മനുഷ്യരായിരുന്നു. how the community has been transformed. It's a beautiful story. AIDS in India. അതുപോലെ മധുരയിൽ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് സോഷ്യൽ വർക്ക് പഠിച്ച് അവിടെ ഞങ്ങൾ 400 ഫാമിലീസിന് HIV പോപ്പുലേഷൻ അവിടെ ഒരു മെഷീൻ വാങ്ങിച്ചു കൊടുത്തു. മുരിങ്ങയില, ഈ ധാന്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാൻ. ഇറ്റ് ഈസ് എ വെരി എക്സ്പെൻസീവ് മെഷീൻ. പക്ഷെ അത് ഇറ്റ് വിൽ ഡ്രൈ ആൻഡ് പൗഡർ ഇറ്റ്, പാക്ക് ഇറ്റ്. ഇത് 400 ഫാമിലീസിന് ഞങ്ങൾ വിൽക്കുമല്ല, വി ആർ ആക്ച്വലി ഗിവിങ് ഇറ്റ് അവേ ഫോർ HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പിള്ളേർക്ക് വേണ്ടി ഇമ്മ്യൂണിറ്റി കീപ്പ് ചെയ്യാൻ. സോ അങ്ങനെയുള്ള 400 ഫാമിലീസിന് അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല
പ്രോജക്ട്സ് മറ്റുള്ളിടത്തും ചെയ്യുന്നുണ്ട്. എല്ലാം ഐ എം നോട്ട് ഷെയറിങ് നൗ. ഡോക്ടർ സുരേഷ് തോമസ്, ജൂലി തോമസ് അവരുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അസാധാരണമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. ദൈവം അവരെ അസാധാരണമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ മേഖലകളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. നമ്മൾ അദ്ദേഹം ക്രിക്കറ്റിനെ കുറിച്ച് പുസ്തകം എഴുതി. നമുക്ക് അറിയാം, ക്രിക്കറ്റിനെ അറിയാം, അത് വലിയ ആരവാരങ്ങളുടെ ഒരു ഗെയിമാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. സ്പീഡിൽ റൺ എടുക്കണം, അതുപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ ബോൾ എറിയാൻ സാധിക്കണം, അത് അസാധാരണമായ നിലയിൽ സ്പീഡോടെ ഫീൽഡ് ചെയ്യണം. ഈ ലോകത്ത് നിന്ന് സൈലൻസിൻ്റെ ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമായ ഒരു ചിന്തയാണ്. അപ്പം ആ കെനോസിസിൻ്റെ ഒരു ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നു. ജൂലിയാണെങ്കിൽ പേസ്ട്രിയെക്കുറിച്ചുള്ള അസാധാരണമായ ഒരു ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, ഒന്ന് കേട്ടെ, ജാഫ്ന, അതായത് തമിഴ് പുലികളുടെ ഒരു മേഖലയിൽ പോയി അസാധാരണമായ ഒരു സോഷ്യൽ വർക്ക് നടത്തുവാൻ ദൈവം അവരെ നിയോഗിച്ചു. നിരവധി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ആ നിലയിൽ സ്വാധീനിക്കുവാൻ സാധിച്ചു. ഇപ്പോൾ MP-യിൽ വേശ്യാവൃത്തി തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലെ ആ ഒരു ആഴത്തിൽ രൂപാന്തരം ഉണ്ടാക്കുവാൻ വേണ്ടി, അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം, അവിടെ ആ പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്കൂൾ അവർ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസാധാരണമായ ഒരു കുടുംബം, അവരെ ഒന്നിച്ച് കാണുവാനും ഹല്ലേലൂയയ്ക്ക് വേണ്ടി അവരുമായി സംസാരിക്കുവാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെ ഓർക്കുക, അവരുടെ മിനിസ്ട്രി ഓർക്കുക. ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you.